അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങൾ കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിനവും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പടച്ചുറബ് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ സയ്യിദ് ബിൻ ഖാലിദിനിൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ തവല്ലഅ ഫഅഹ്സന വുളൂഅഹു സുമ്മ സല്ല റകഅതൈനി ലാ യസ്ഹു ഫീഹിമാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സയ്യിദ് ബിൻ ഖാലിദുൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും നല്ല നിലയിൽ വുളൂ ചെയ്യുകയും ശേഷം മറവി ഒന്നും സംഭവിക്കാത്ത നിലയിൽ, അതായത് അള്ളാഹുവിങ്കിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നല്ല നിലയിൽ വുളുവെടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള നിസ്കാരമല്ല, ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള പരിപൂർണ ചിന്തയോടുകൂടി ഒരു മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ഉഖ്ബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുസ്ബിഉൽ ഉളൂഅ സുമ്മ യഖൂമു ഫീ സ്വലാത്തിഹി വയഅലമു മാ യഖൂലു ഇല്ലാ ഇൻ ഫതലഖ യൗമി വലദതു ഉമ്മുഹു മിനൽ ഖതായ ലൈസ അലൈഹി ദൻബുൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഉഖ്ബത്ത് ബിൻ ആമിറുൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മുസ്ലിം സമ്പൂർണ്ണമായി വുളൂ ചെയ്യുകയും ശേഷം താൻ എന്താണ് നമസ്കാരത്തിൽ ഓതുന്നതെന്ന ബോധത്തോടെ നിന്ന് നമസ്കരിക്കുകയും ചെയ്താൽ അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം അവനിൽ നിന്ന് ഒരു പാപവും ഇല്ലാതായതുപോലെ ഒരു പാപവും ഇല്ലാത്ത നിലയിൽ അവൻ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതാണ് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു പോരായ്മയും ഇല്ലാത്ത രീതിയിൽ പരിപൂർണമായി ഒളു എടുക്കേണ്ട രീതിയിൽ ഒളുവെടുത്തു, എന്നിട്ട് അവൻ നമസ്കാരത്തിൽ എന്താണ് ഓതുന്നത് എന്ന ബോധം അവനുണ്ടാകണം. ഞാൻ അള്ളാഹുവിനെ കാണുന്നതിന് വേണ്ടിയാണ് വുളുവെടുക്കുന്നത്, അങ്ങനെ എന്താണ് ഞാൻ ഖുർആനാണ് ഓതുന്നത്, അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് എന്ന ബോധത്തോടുകൂടി ഒരു മനുഷ്യൻ ആ നമസ്കാരത്തിൻ്റെ മഹത്വവും പവിത്രതയും സ്ഥാനവും ബഹുമാനവും എല്ലാം മനസ്സിലാക്കി ഒരു മനുഷ്യൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ഏതവസ്ഥയിലാണ് വിരമിക്കുന്നത്, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം അവൻ എങ്ങനായിരുന്നോ, ഒരു പാപവും ചെയ്യാത്ത അവസ്ഥയിലായിരുന്നു നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ അതേ അവസ്ഥയിലാണ് അവൻ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ഈ ഹദീസുകളിലൂടെ പഠിക്കേണ്ടത് നമസ്കാരത്തിൻ്റെ മഹത്വം എന്താ, ആ നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ, അവൻ അള്ളാഹുവിൻ്റെ മുന്നിലുള്ള സ്ഥാനം എന്താ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നമസ്കാരത്തിൽ അലസത കാണിക്കുന്നു, സൂക്ഷ്മത പുലർത്തുന്നില്ല, റുക്കൂ നേരെ ചെയ്യുന്നില്ല, സുജൂദ് നേരെ ചെയ്യുന്നില്ല, ഖുർആൻ ഓതുമ്പോൾ പോലും ഒരു ശ്രദ്ധയില്ലാതെ അതിൽ ഏറ്റവും ചെറിയ സൂറത്ത് ഓതി പെട്ടെന്ന് നമസ്കാരം അവസാനിപ്പിച്ച് എന്തോ ഒരു ബാധ്യത പോലെ, എന്തോ ഒരു കടമ പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും നിസ്കരിക്കാറുള്ളത്. എങ്കിലും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അൻ അബീ ദർദാ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ തവല്ലഅ ഫഅഹ്സന
الوضوء ثم قام فصلى ركعتين أو أربع. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ആരെങ്കിലും നല്ല നിലയിൽ വുളൂ ചെയ്യുകയും ശേഷം റുകൂഉകളും ഭയഭക്തിയും നന്നാക്കിക്കൊണ്ട് 2 or 4 റക്അത്തുകൾ നമസ്കരിക്കുകയും ചെയ്തു, തുടർന്ന് അവൻ അള്ളാഹുവിനോട് പാപമോചനം ഇരക്കുകയും ചെയ്താൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും നല്ല നിലയിൽ വുളൂ ചെയ്യുകയും ശേഷം മനസ്സ് നമസ്കാരത്തിലേക്ക് തിരിഞ്ഞ് നല്ല നിലയിൽ അവയവങ്ങൾ അച്ചടക്കം മുറുകെ പിടിച്ചുകൊണ്ട് 2 or 4 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ തീർച്ചയായും സ്വർഗ്ഗം അവന് നിർബന്ധമാകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ അഹദിൻ യതവല്ലഉ ഫയുഹ്സിനുൽ വുളൂഅ വയുസല്ലി റക്അതൈനി യുഖ്ബിലു ബിഖൽബിഹി വവജ്ഹിഹി അലൈഹിമാ ഇല്ലാ വജദ്തു ലഹുൽ ജന്ന. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല നിലയിൽ ഒളുവെടുത്ത് മനസാന്നിധ്യത്തോടുകൂടി ഒരു മനുഷ്യൻ 2 or 4 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൽ നിന്ന് അവൻ പിരിയുമ്പോൾ അവൻ സ്വർഗ്ഗത്തിൻ്റെ അവകാശികളിൽ പെട്ടിരിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാല ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് അയ്യു സ്വലാത്തിൽ അഫ്ളലു ഖാല തൂലുൽ ഖുനൂതി. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. അവിടെ വന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാ, അള്ളാഹുവിൻ്റെ ദൂതരെ, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് നബിയെ? ഏറ്റവും മഹത്വമുള്ള നമസ്കാരം ഏതാണ് നബിയെ? ലോകത്തിൻ്റെ നേതാവ് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, നീണ്ട നൃത്തമുള്ള നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ സ്ഥാനവും മഹത്വവുമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, വലിയ ദൈർഘ്യമുള്ള നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിശുദ്ധമായ ഖുർആൻ, വലിയ സൂറത്തുകൾ ഓതിയിട്ടുള്ള നമസ്കാരങ്ങൾ. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ നമുക്കൊക്കെ പരിശുദ്ധമായ ഖുർആനിലെ എത്രയോ സൂറത്തുകൾ അറിയാം. ആ വലിയ സൂറത്തുകൾ ഓതിയിട്ടുള്ള നമസ്കാരം അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതാണ് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. അത് അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അറിയുന്നതിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയം, ഫർദ് നമസ്കരിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയുന്നതിൽ വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കുക. ഇല്ലെങ്കിൽ ജമാഅത്താണെങ്കിൽ സുന്നത്ത് നമസ്കരിക്കുന്ന സമയം നിങ്ങൾക്കറിയുന്നതിൽ വലിയ സൂറത്തുകൾ ഓതുക. ഒളുവെടുക്കുമ്പോൾ ധൃതി ഒഴിവാക്കി സമാധാനത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഒളുവെടുക്കുകയും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ചിന്തയോടെ റുകൂഉം സുജൂദും എല്ലാം പരിപൂർണമായി സമാധാനത്തോടുകൂടി ചെയ്യുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നു, നമ്മുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ സ്വർഗ്ഗം നമുക്ക് നിർബന്ധമാകുന്നു, പടച്ച റബ്ബിൻ്റെ കാരുണ്യവും കാവലും നമുക്ക് ലഭിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമസ്കാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതാണ്. അതുകൊണ്ട് അലസതകൾ മാറ്റിവെച്ചു സമയം കണ്ടെത്തി അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്ന അടിമയാകാൻ കരുണക്കടലായ പടച്ച റബ്ബ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. വളരെ പ്രയാസത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ദുഃഖത്തിൽ കഴിയുന്ന ഒരു സഹോദരൻ, അള്ളാഹു കരുണയുള്ള പടച്ചവൻ ഈ ലോകത്ത് ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്തുകൊണ്ട്, ഖുർആനിൻ്റെ ബർക്കത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ രോഗം അള്ളാഹു പരിപൂർണ ശിഫാഉ കൊടുത്ത് ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ച റബ്ബ് അവർക്കിനി ഒരു അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണേ എന്ന വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.